തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ, മുതുവിള എന്നീ 2 ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ട് CPM. ഏരിയ കമ്മിറ്റി അംഗം RS ജയന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ അഡ്ഹോക് കമ്മിറ്റിയും നിലവിൽ വന്നു. സൈഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ലോക്കൽ കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിടേണ്ട സാഹചര്യം എന്തായിരുന്നു? എങ്ങനെയാണ് നടപടിയെ കാണുന്നത്? പാർട്ടിയുടെ വോട്ടുകൾ അവിടെ ചോർന്നുപോയി എന്നുള്ള വിമർശനം ഈ ഘട്ടത്തിലല്ല സൈഫു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. കല്ലറ പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വാമനപുരം മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കല്ലറ, മുതുവിള എന്നീ ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് വലിയ വോട്ട് ചോർച്ചയുണ്ടായി എന്ന് പാർട്ടി വിലയിരുത്തുകയും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ആ ലോക്കൽ കമ്മിറ്റികൾ ഇനി വേണ്ടതില്ല എന്ന തീരുമാനം CPMന്റെ ജില്ലയുടെ നേതൃത്വം എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശം നൽകുകയും ഈ 2 ലോക്കൽ കമ്മിറ്റികളെ, കല്ലറ, മുതുവിള എന്നീ ലോക്കൽ കമ്മിറ്റികളെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റി അംഗമായ RS ജയന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ അഡ്ഹോക് കമ്മിറ്റിയെ നിലവിൽ വന്നിട്ടുണ്ട്. അവരായിരിക്കും ഇനി ഈ 2 ലോക്കൽ കമ്മിറ്റികളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ 2 പഞ്ചായത്ത് LCയിൽ നിന്നും വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായി എന്നാണ് വിലയിരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റികളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സൈഫ് സൈനുൽ ആബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.